റോഡിലെ ജുവലിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ വാട്ടർ ഫൗണ്ടൻ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷേ ഒന്നുമില്ല. ഞാൻ ആക്ച്വലി കാണിച്ചു തരാം. ഇവിടെ തന്നെ ലൈക്ക് എന്താ ജുവൽച്ചെങ്കിൽ തന്നെ ഭയങ്കര ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. നമ്മൾ വാട്ടർഫോളിനെ പറ്റി പറയാനൊന്നുമില്ല, കാരണം വാട്ടർഫോൾ ഇവിടെ ഇല്ല. വാട്ടർഫോൾ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇപ്പം അതെ അതെ ഞങ്ങൾ സിംഗപ്പൂർ ലാൻഡ് ചെയ്തത് ഏകദേശം 5:56 AM ആണ് ലാൻഡ് ചെയ്തത്. അത് ഇതുവരെ ഇത്ര നേരം വരെ നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ടെർമിനൽ 2, ടെർമിനൽ 1, ടെർമിനൽ 3 ഇങ്ങനെ മാറി മാറി സ്കൈ ട്രെയിൻ എടുത്തുകൊണ്ടിരിക്കുക. സ്കൈ ട്രെയിൻ ആക്ച്വലി ഇവിടെ ഫ്രീ ആണ്. എന്നിട്ടും ഇതുവരെ ആയിട്ടും സംഭവം തുടങ്ങിയിട്ടില്ല. ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. ഇന്ത്യൻസ് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. ഞങ്ങളും ഇവിടെ വെയിറ്റിംഗ് ആണ്. പറഞ്ഞിരുന്നത് നമ്മൾ കാണിച്ചു തരാം എത്ര ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഞാനൊന്ന് സ്ക്രീനൊന്ന് തിരിച്ചു കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവും. നമ്മളിവിടെ സ്കൈ ട്രെയിൻസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നു ഓരോ ടെർമിനലിൽ നിന്നും അടുത്ത ടെർമിനലോട്ട്. ഇവിടെ ആക്ച്വലി എയർപോർട്ടിൽ കാണാൻ ഒരുപാടുണ്ട്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നല്ല രസമുണ്ട്. ഇവർ സമ്മതിച്ചു കൊടുക്കണം അല്ലേ ടൂറിസ്റ്റിനൊക്കെ ഇങ്ങനെ അട്രാക്ട് ചെയ്യും. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഞങ്ങൾ സിംഗപ്പൂർ ആസ് എ ഫസ്റ്റ് ഫോറിൻ ട്രിപ്പ് എന്ന നിലയിൽ സിംഗപ്പൂർ ഒരു ബെസ്റ്റ് ചോയ്സാണ്. കാരണം എന്ന് വെച്ചാൽ സിംഗപ്പൂരിലോട്ട് ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു പാടും കാണത്തില്ല. സീരിയസ്ലി ഒരു പാടും കാണത്തില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ചുമ്മാ വരാം. എല്ലാവരും ലൈക്ക് സിംഗപ്പൂരിൽ എയർപോർട്ടിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാത്തിനും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടുത്തെ സ്റ്റാഫ്സ് ആയാലും ഇവിടുത്തെ കോമണേഴ്സ് ആയാലും ലോക്കൽസ് ആയാലും ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ജസ്റ്റ് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഞങ്ങളിവിടെ രാവിലെ വന്നിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിം എടുത്തു. സിംടെൽ എന്ന് പറഞ്ഞൊരു സിം ഫ്ലൂക്ക് ആപ്പിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. ആ സിം നിങ്ങൾക്ക് ഞങ്ങളുടെ വോയിസ് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ഇവിടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഞങ്ങളുടെ വോയിസ് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ വോയിസ് ഓവർ ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ തന്നെ കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്കൈ ട്രെയിനാണ് എടുത്തത്. ആദ്യം ഫസ്റ്റ് ടെർമിനൽ 1 നമ്മൾ ടെർമിനൽ 2 പോയി. ടെർമിനൽ 2 നിന്ന് ടെർമിനൽ 3 നമ്മുടെ ഈ ജുവലിൻ്റെ ആ ഒരു ഫൗണ്ടൻ വ്യൂ എല്ലാം വരുന്നത്. അപ്പം 10 AM ഫൗണ്ടൻ തുടങ്ങി എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ ട്രെയിനെല്ലാം എടുത്തത്. പക്ഷേ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറേ നേരമായിട്ട് പോസ്റ്റാണ്. ഇനിയിപ്പം കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരു പേരും ഇട്ടിട്ടില്ല. ഇതെന്താവും എന്നുള്ളൊരു ഹോപ്പുമില്ല. സത്യം പറഞ്ഞ ചിലപ്പോൾ ഒരു ഇൻട്രോ വീഡിയോ കാണും, അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. ചിലപ്പോൾ എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ എങ്ങാനും ഹിറ്റായി ഞങ്ങൾ കുറച്ച് പൈസ ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യത്തിലാണ് എടുക്കുന്നത്. നമ്മുടെ മണി മൈൻഡഡ് അങ്ങനെ ഒരു രീതിയിലല്ല എടുക്കുന്നത്. നമ്മൾ നമ്മുടെ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നു, കുറേ ഹാപ്പി മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നു. ആൻഡ് ഇഫ് ദിസ് ഈസ് ഗോയിങ് ടു ബി സക്സസ്ഫുൾ ആൻഡ് ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ ഓൾസോ ഇറ്റ്സ് ഫൈൻ. നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടേക്കും നമ്മളെടുത്ത ഈ വീഡിയോസ് ആ ചാനലുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാം. നമുക്കും നമ്മളുടെ ക്ലോസ് സർക്കിളുള്ള ആൾക്കാർക്ക് വാച്ച് ചെയ്യാം. നമുക്ക് ആക്ച്വലി മര്യാദയ്ക്ക് ക്യാമറ പിടിക്കാറില്ല. ക്യാമറ എങ്ങോട്ടൊക്കെ നമ്മൾ നോക്കി സംസാരിക്കുന്നുണ്ട്. സോ കുറേ ഇനിഷ്യൽ കോൾസ് ഒക്കെ ഉണ്ടാവും. കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു 10 to 15 minutes ഞാൻ ട്രൈപോഡ് സെറ്റ് ചെയ്യാനും ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആൾക്കാർ